ഞാനിന്ന് വീണ്ടും വന്നത് ഒരു സെന്റാങ്കിൾ ആർട്ടുമായിട്ടാണ് കേട്ടോ. സെന്റാങ്കിൾ ആർട്ട് ചെയ്ത് അതിനോടൊരു എഡിക്ഷൻ വന്നോന്ന് സംശയം ഇല്ലാതില്ല. അതുകൊണ്ടാണ് ഈ പുട്ടിൽ തേങ്ങിടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ സെന്റാങ്കിൾ ആർട്ടിന്റെ വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് കണ്ടുമടുത്താൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാനൊന്ന് മാറ്റി പിടിക്കാൻ ശ്രമിക്കാം. അപ്പൊ കം ടു ദ പോയിന്റ്. ഇത് നമുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിൾ ആണ്. ആദ്യം തന്നെ കുറച്ച് കേർവ്ഡ് ലൈൻസ് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേറെ കുറച്ച് ലൈൻസ് കൂടെ വരയ്ക്കുക. വേറെ കുറച്ച് ലൈൻസ് എന്ന് പറഞ്ഞത് അതെന്ത് ലൈൻസ് ആണെന്ന് പറയാൻ എനിക്ക് അറിയില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് കള്ളികൾ കിട്ടും. എന്നിട്ട് ആ കള്ളികളുടെ ഉള്ളിൽ നമ്മൾ ഇതേപോലെ കുറച്ച് ഷേപ്സ് കൂടെ ഇങ്ങനെ വരയ്ക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന ഭാഗത്ത് ഇതേപോലെ ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് ഫിൽ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വരച്ച ആ ഒരു ഷേപ്സ് ഇല്ലേ, അതൊന്നുകൂടെ വിസിബിൾ ആയിരിക്കും. എന്നിട്ട് വീണ്ടും ആ ഷേപ്സിന്റെ ഉള്ളിൽ ഇതിൽ കാണിച്ചതുപോലെ ഒന്ന് വരയ്ക്കുക. ഇതിപ്പോ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നെങ്കിലും ചെയ്ത് വരുമ്പോൾ നല്ല സിമ്പിൾ ആണ്. അപ്പൊ അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിന്റെ ഉള്ളിൽ ഇതേപോലെ റൗണ്ട്സ് വരച്ചിട്ട് ഒന്ന് ഫിൽ ചെയ്തെടുക്കുക. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ സെന്റാങ്കിൾ ആർട്ടിന്റെ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതിങ്ങനെ ചെയ്ത് വന്നപ്പോൾ എവിടൊക്കെയോ ഒരു കണ്ണ് പോലൊക്കെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് പറയണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഒന്നും മറക്കണ്ട.